നമസ്കാരം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ അടുത്ത സഹായി ചന്ദ്രനാഥ് രഥ് കൊല്ലപ്പെട്ട കേസിൽ നിർണായക തെളിവുകൾ ലഭിച്ചതായി പോലീസ്. കൊലപാതകത്തിന് ശേഷം പ്രതികൾ രക്ഷപ്പെടുന്നതിനിടെ ബാലിയിലെ ടോൾ പ്ലാസയിൽ നടത്തിയ UPI ഇടപാടാണ് കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവായിരിക്കുന്നത്. കൃത്യം നടന്ന 4 ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാനായിട്ടില്ലെങ്കിലും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി നോർത്ത് 24 പർഗാനാസ് ജില്ലയിൽ മധ്യം ഗ്രാമത്തിൽ വെച്ചാണ് ചന്ദ്രനാഥ് രഥ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. വീട്ടിലേക്ക് എത്തുന്നതിന് വെറും 200 മീറ്റർ മാത്രം അകലെ വെച്ച് സിൽവർ നിറത്തിലുള്ള നിസാൻ മൈക്ര കാർ ഉപയോഗിച്ച് ഇദ്ദേഹത്തിന്റെ സ്കോർപിയോ തടയുകയായിരുന്നു. തുടർന്ന് ബൈക്കിലെത്തിയ സംഘം കാറിന് തൊട്ടടുത്തെത്തി ചന്ദ്രനാഥിന് നേരെ വെടിയുതിർത്തു. കാറിനുള്ളിൽ അദ്ദേഹം ഇരുന്ന കൃത്യമായ സ്ഥലം അക്രമികൾക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നും പോലീസ് കരുതുന്നു. അതീവ പ്രൊഫഷണലായ രീതിയിലാണ് കൊലപാതകം നടപ്പിലാക്കിയതെന്ന് SIT ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 3 വെടിയുണ്ടകൾ നെഞ്ചിലിട്ടു. അതിലൊന്ന് ഹൃദയം തുളച്ചു. ആശുപത്രിയിൽ എത്തും മുൻപ് തന്നെ അദ്ദേഹം മരിച്ചിരുന്നു. ഇതിനാൽ തന്നെ അക്രമികൾ പ്രൊഫഷണൽ കൊലയാളികളാണെന്നാണ് സംശയം. അക്രമി കാറിനടുത്തെത്തി പോയിന്റ് ബ്ലാങ്കിലാണ് വെടിവെച്ചതും. 10:11 സംഭവം. അക്രമികളെത്തിയ ബൈക്കിൽ ഒന്നിന് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല. കൃത്യത്തിന് ശേഷം അക്രമികൾ കാർ ഉപേക്ഷിക്കുകയും ചുവന്ന നിറത്തിലുള്ള മറ്റൊരു കാറിലും ബൈക്കിലുമായി രക്ഷപ്പെടുകയുമായിരുന്നു. ടോൾ പ്ലാസയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പ്രതികൾ ഡിജിറ്റൽ പേയ്മെന്റ് നടത്തിയതായി കണ്ടെത്തിയത്. ഇതിലൂടെ പ്രതികളുടെ ഐഡന്റിറ്റി ഉറപ്പിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. കൊലപാതകത്തിന് പിന്നിൽ 8 പേരടങ്ങുന്ന സംഘമുണ്ടെന്നാണ് നിഗമനം. ഷൂട്ടർമാരെ ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ചതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 2 പോലീസ് സംഘങ്ങളെ ഈ സംസ്ഥാനങ്ങളിലേക്ക് അയച്ചതായി അധികൃതർ അറിയിച്ചു. 3 പേരെ നിലവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ചന്ദ്രനാഥിന്റെ വാഹനം തടഞ്ഞ കാർ കസ്റ്റഡിയിലെടുത്തതായി DGP സിദ്ധാർത്ഥ് ഗുപ്ത പറഞ്ഞു. നമ്പർ പ്ലേറ്റ് വ്യാജമായിരുന്നു. കാറിന്റെ ഷാസി നമ്പറിലും കൃത്രിമം കാണിച്ചതായി സംശയമുണ്ട്. വളരെ മികച്ച തരം തോക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും സംശയിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. സാധാരണ ക്രിമിനലുകൾ ഉപയോഗിക്കുന്ന തോക്കല്ല ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. Glock 47X എന്ന തോക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാലിയായ കാട്രിഡ്ജുകൾ കണ്ടെത്തിയതായും പോലീസ് പറഞ്ഞു. കൊലയാളികൾ സംഭവ സ്ഥലത്ത് 45 മിനിറ്റോളം കാത്തു നിന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. MLAയുടെ ചിഹ്നം പതിപ്പിച്ച സ്കോർപിയോ SUവിലാണ് ചന്ദ്രനാഥ് വസതിയിലേക്ക് പോയിരുന്നത്. അതേസമയം കൊലപാതകത്തിൽ തൃണമൂലിനെതിരെ BJP രംഗത്ത് വന്നു. നിരപരാധിയായ മനുഷ്യനെ കൊന്നത് തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് BJP നേതാക്കളായ ദേവഭാസ് മണ്ഡൽ, നിഖിൽ പ്രസൂൺ എന്നിവർ പറഞ്ഞു. മുൻ വ്യോമസേന ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ട ചന്ദ്രനാഥ് രഥ് എന്ന 41-കാരൻ. ആധ്യാത്മിക ജീവിതം ആഗ്രഹിച്ച് രാമകൃഷ്ണ മിഷനിൽ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം വ്യോമസേനയിൽ ചേർന്നു. കാലങ്ങളായി സുവേന്ദുമായി വലിയ ആത്മബന്ധമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. തൃണമൂലിൽ നിന്ന് സുവേന്ദിനൊപ്പമാണ് BJPയിൽ അദ്ദേഹം എത്തിയത്. അമ്മ ഹസീരത്ത് മുൻപ് തൃണമൂലിന്റെ പഞ്ചായത്ത് അംഗമായിരുന്നു. സംഭവത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് BJP ആരോപിക്കുന്നു. കൊലപാതകത്തിൽ CBI അന്വേഷണം വേണമെന്ന് സുവേന്ദു അധികാരിയുടെ കുടുംബം ആവശ്യപ്പെട്ടു. എന്നാൽ BJP പ്രവർത്തകർ തന്നെയാണ് അക്രമങ്ങൾക്ക് പിന്നിലെന്ന് തൃണമൂൽ കോൺഗ്രസ് തിരിച്ചടിച്ചു. മധ്യം ഗ്രാമിൽ തൃണമൂൽ സ്ഥാനാർത്ഥി രതിൻ ഘോഷ് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന് പിന്നാലെയാണ് ഈ അക്രമം നടന്നത്. ചന്ദ്രനാഥ് രഥിന്റെ മൃതദേഹം പൂർവ്വ മേദിനിപൂരിലെ കുലുബ് ഗ്രാമത്തിൽ പൊതുദർശനത്തിന് വെച്ചു. ദേശീയ പതാക പതപ്പിച്ച മൃതദേഹത്തിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും 100 കണക്കിന് നാട്ടുകാരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്.